ഡൽഹിയിൽ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ആസിഡ് ആക്രമണത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ് കമ്മീഷണറോട് ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ഡൽഹി സർവകലാശാലയിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ആസിഡ് ആക്രമണത്തിന് ഇരയായത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായത്? ഇതൊരു പ്രതികാര നടപടിയാണ് എന്നുള്ളതാണല്ലോ ഈ പ്രതിയുടെ കുടുംബം പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? മധു, വലിയ ട്വിസ്റ്റ് തന്നെയാണ് ഈ സംഭവത്തിൽ എന്തായാലും ഉണ്ടായിരിക്കുന്നത്. മുഖ്യപ്രതി 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. അതിൽ ഏറ്റവും മുഖ്യപ്രതി ജിതേന്ദർ, അയാളുടെ ഭാര്യയാണ് ഇപ്പോൾ പോലീസിന് മുൻപാകെ ഒരു മൊഴി നൽകിയിരിക്കുന്നത്, പരാതി നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യുമെന്നുള്ള കാര്യമാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ആസിഡ് ആക്രമണത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടി, അവരുടെ അച്ഛൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ മുഖ്യപ്രതിയായിട്ടുള്ള ജിതേന്ദ്രയുടെ ഭാര്യയെ ബലാത്സംഗം ചെയ്തു. അശ്ലീല ദൃശ്യങ്ങളെല്ലാം എടുത്ത് അത് ഈ ജിതേന്ദ്രയ്ക്ക് അയച്ചു കൊടുത്തു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഈ ഭാര്യ ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് തൻ്റെ ഭർത്താവ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ, 20 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ്, 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. അവർക്കെതിരെ ഇന്നലെ രാവിലെ കോളേജിൽ പോകുന്ന സമയത്ത് ആസിഡ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണത്തിൻ്റെ, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുന്നു. പക്ഷേ ഈ 3 പ്രതികളെ, ജിതേന്ദ്ര, അതുപോലെ തന്നെ അർമാൻ, ഇഷാൻ, ഈ 3 പേരാണ് ബൈക്കിലെത്തി ഇന്നലെ ഈ ആസിഡ് ആക്രമണം നടത്തിയത്. അവരെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. 3 പേരും ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണെന്നുള്ള കാര്യം കൂടിയാണ് വളരെ വ്യക്തമായിട്ടുള്ളത്. ഒപ്പം വനിതാ കമ്മീഷൻ കൂടി രംഗത്ത് എത്തിയിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. 5 ദിവസത്തിനകം എന്ത് നടപടി എടുത്തു എന്നുള്ള കാര്യം റിപ്പോർട്ടായി ഫയൽ ചെയ്യാനാണ് പോലീസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 കാര്യങ്ങൾ ആവശ്യമായി ഉന്നയിക്കുന്നുണ്ട് ആ കത്തിൽ. 1, പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക. 2, കൃത്യമായ നടപടി എടുക്കുക. 3ാമത്, ഈ പെൺകുട്ടിക്ക്, 20-കാരിയായിട്ടുള്ള ആസിഡ് ആക്രമണത്തിന് നേരിട്ട പെൺകുട്ടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, സാമ്പത്തികപരമായിട്ടാണെങ്കിലും ചികിത്സാപരമായിട്ടാണെങ്കിലും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും നൽകിക്കൊള്ളണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പോലീസിനോടും വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഈ പുതിയ ആരോപണം, ജിതേന്ദ്ര എന്ന് പറയുന്ന മുഖ്യപ്രതിയുടെ ഭാര്യ നടത്തിയിരിക്കുന്ന ആരോപണം, അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കൂടുതൽ വിവാദങ്ങൾ, കൂടുതൽ അന്വേഷണങ്ങൾ, പ്രതിവാദങ്ങൾ, വാദങ്ങൾ എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടി കൂടുതൽ പോലീസ് അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതികളെ പിടികൂടിയ ശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ എന്നതിനെ പോലീസ് വ്യക്തമാക്കുക. ഒപ്പം ഈ പെൺകുട്ടിയുടെ അച്ഛനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്, FIR കൂടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ശരി, അർജുൻ പീതാംബരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലുള്ള ആസിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ആക്രമണത്തിനിരയായത്. അതിൽ ഇപ്പോൾ പ്രതിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് മുൻപ് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രതികാര നടപടിയാണ് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.